ഹലോ സുഹൃത്തുക്കളെ, എന്നാ ഉണ്ട്? എന്നാ സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇതെന്നെ രാവിലെ ഷൂ എല്ലാം കെട്ടിയിട്ട് എന്നാ പരിപാടി എന്നല്ലേ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഫുഡ് ആൻഡ് ഗ്രോസറി ഡെലിവറിൻ്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അതിനെന്ത് വരുമാനം ഉണ്ടാവും? ഒരു ദിവസം എന്ത് ശമ്പളം കിട്ടും? ഒരു മാസം എത്ര ഏൺ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് അതിൻ്റെ ജോലി? അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അമർത്താൻ മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ രാവിലെ വണ്ടി താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. കഴിഞ്ഞ ദിവസം നമ്മളെ വണ്ടി ഇവർ ഈ പാർക്കിങ്ങിൻ്റെ ആൾക്കാർ വന്നിട്ട് ഫൈൻ അടിച്ചിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഒരു 60 പൗണ്ട്. 60 പൗണ്ടെന്ന് പറഞ്ഞാൽ 28 ദിവസത്തിനുള്ളിൽ അല്ല, ആദ്യത്തെ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ അടയ്ക്കുകയാണെങ്കിൽ 60 പൗണ്ട്, അതിന് മേപ്പോട്ട് പോവുകയാണെങ്കിൽ 100 പൗണ്ട്. ഇതാണ് അവരുടെ കണക്ക്. അതായത് വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വാടകയും കൊടുത്ത് നമ്മളെ കാശും കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ട് അവർ നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് വണ്ടി ഫൈൻ അടിച്ചിട്ട് പോകുന്ന സെറ്റപ്പാണ്. കാരണമുണ്ട്, വെറുതെ ഫൈൻ അടിച്ചിട്ട് പോയതല്ല. ഞാൻ ഈ വണ്ടിയുടെ മുന്നിൽ വെച്ചേക്കുന്ന ഒരു പാർക്കിങ്ങിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലോഡ് പാർക്കിങ്ങിലേ വെക്കാൻ പാടുള്ളൂ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റിക്കർ നമ്മൾ ഇതിനകത്ത് വണ്ടിയിൽ എപ്പോഴും വെച്ചിരിക്കണം. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം ഈ മഞ്ഞ് വീഴ്ചയും ഐസ് വീഴ്ചയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വണ്ടിയുടെ മേലെ ഈ സ്റ്റിക്കർ ഫിറ്റ് ചെയ്ത് വെച്ചപ്പോൾ നിന്നില്ല. അത് പറഞ്ഞ് താഴെങ്ങാറ്റം വീണുപോയി. അപ്പോൾ താഴെ വീണ് പോയ സ്ഥിതിക്ക് ഇത് ഇവർ വന്ന് നോക്കിയപ്പോൾ കാണാത്തത് കൊണ്ട് തന്നെ ഇവർ ഫോട്ടോ എടുത്ത് വണ്ടി, അതായത് വണ്ടി പാർക്കിങ് അലൗഡ് അല്ലാത്ത വണ്ടിയാണ് ഇതെന്ന് ഉള്ള കണ്ടീഷനിലാണ് എനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ കാരണങ്ങളൊക്കെ കാണിച്ച് ഞാൻ അവർക്ക് തിരിച്ച് ഒരു മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. ഇതുവരെ റിപ്ലൈയും കാര്യങ്ങളൊന്നും വന്നില്ല. എനിവേ, അത് വരുവോ വരാതെ ഇരിക്കട്ടെ. എന്തായാലും പാർക്കിങ്ങിൻ്റെ ഫൈൻ അടയ്ക്കണം. ഒരു തന്നിട്ടില്ലെങ്കിൽ നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ. അവർ റീഫണ്ട് ചെയ്തത് പിന്നീട് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അത്ര തന്നെ. അപ്പോൾ താഴെ വന്ന് വണ്ടിയുടെ ലോക്കും കാര്യങ്ങളൊക്കെ അഴിച്ച്, ലോക്ക് ചെയ്യാതെ ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ലോക്ക് നമ്മൾ നിർബന്ധമായിട്ടും വെക്കണം. ലോക്ക് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും രാത്രി ഏതെങ്കിലും തിരടന്മാർ വന്നിട്ട് ഇത് പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോയി. നല്ല ഇൻഷുറുണ്ട്. പിന്നെ അതിൻ്റെ പുറകെയൊക്കെ നടക്കണ്ടേ? നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ പണി നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സൈക്കിളാണെങ്കിലും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും, കാറൊക്കെ മിക്ക ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് ലോക്കൊക്കെ ചെയ്തിട്ടാണ് വെക്കുന്നത്. സ്റ്റിയറിംഗിലൊക്കെ ഒരു എക്സ്ട്രാ ലോക്കെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആപ്പ് ഓൺ ചെയ്തു. അതുപോലെ രണ്ടാമത്തെ ആപ്പ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഹാൻഡിലിൻ്റെ സൈഡിൽ കണ്ടില്ല ഒരു കവറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഈ കൈ പിടിക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഹാൻഡിലിൻ്റെ അവിടെയിലേക്ക് കവർ ഇട്ടിട്ട് നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ തണുപ്പ് കാരണം നമുക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഹാൻഡിലിൻ്റെ 2 സൈഡിലും ഒരു ചൂടാക്കുന്ന ഒരു ഹീറ്ററും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. പിന്നെ റൈഡിങ് ഗിയർ കാര്യങ്ങളൊക്കെ, അതായത് ജാക്കറ്റ്, അതുപോലെ പിന്നെ സേഫ്റ്റി ഷൂ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. നാട്ടിലെ പോലെ ഒരു വള്ളിച്ചെരുപ്പ് വിട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല പരിപാടി. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. കൂടുതൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ ബ്രസീലിയൻസ് ആണ്. നമ്മൾ പിന്നെ ഈ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും അതുപോലെ ശ്രീലങ്കക്കാരൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ കുറവാണ് ഇങ്ങോട്ട്. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആപ്പ് ഓൺ ചെയ്ത പാടെ തന്നെ 2ലും മാറി മാറി ഓർഡറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ നമ്മൾ എടുത്താൽ മതി. ഇന്ന ഓർഡർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം എത്ര മൈൽ ദൂരം ഉണ്ടെന്ന് നമ്മളെ ഈ ഡെലിവറോ ആപ്പിൽ നമ്മൾ തന്നെ ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പറ്റുന്നതാണെങ്കിൽ അതിനകത്ത് എടുക്കുക. ഊബറിലാണെങ്കിൽ നമുക്ക് പോയി എടുക്കേണ്ട ദൂരവും കൊണ്ടു കൊടുക്കേണ്ട ദൂരവും എല്ലാം അതിനകത്ത് കാണിക്കും. അപ്പോൾ അത് നമുക്ക് ലാഭമാണെങ്കിൽ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു 10 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 150 പൗണ്ട്. 150 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15,000-16,000 രൂപ ശരാശരി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പെട്രോളിൻ്റെ കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ, ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് പറഞ്ഞാൽ 9 പൗണ്ടിനാണ് 9-10 പൗണ്ടിനാണ് എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഫുൾ ടാങ്ക് പെട്രോൾ. അപ്പോൾ ഒരു 10 പൗണ്ടിന് പെട്രോൾ അടിച്ചാൽ ഒരു 200 പൗണ്ടിന് നമുക്ക് ഓടാം. 20,000 രൂപയ്ക്ക് ഓടാം. അതാണ് ഒരു കണക്ക്. അപ്പോൾ ഒരാഴ്ച ഒരു 650-700 പൗണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട്
നമ്മുടെ പാർട്ട്ണർ ജോലിക്ക് പോയാൽ, അതായത് വൈഫ് ജോലിക്ക് പോയാലും ബാക്കിയുള്ള സമയത്ത് ഓടിയാലും നമുക്കൊരു 700 പൗണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്, ഇവർ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കലും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 1200 1300 പൗണ്ട് വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനകത്ത് ടാക്സ് കാര്യങ്ങളൊക്കെ ഇയർലി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ അതിൻ്റെ വേറൊരു ഭാഗങ്ങളാണ്, എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് പറയാൻ നിന്ന് നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഓർഡർ വന്നു. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓർഡർ എടുത്ത ആ കടയിലേക്കാണ് പോകേണ്ടത്. കടയിൽ പോയി നമ്മൾ അവരുടെ അടുത്ത് നമുക്കൊരു നമ്പറുണ്ട്, ഒരു 4 ഡിജിറ്റോ അല്ലെങ്കിൽ 2 ഡിജിറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നമ്പറുകളുണ്ടാവും. അപ്പോൾ ആ നമ്പർ കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാഗ് നമുക്ക് തരും. അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ എന്താണ് ഐറ്റം, എന്താണ് എങ്ങനെയാണ് ഐറ്റം എന്നുള്ളത് നമുക്ക് അതിനകത്ത് തുറന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ബാഗ് നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്യുന്നു, നേരെ നമ്മൾ അടുത്ത കസ്റ്റമറുടെ അടുത്തേക്ക് പോകുന്നു. അതെല്ലാം മാപ്പിൽ നമ്മൾ കാണിച്ചു തരും. ഇതിപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കടയിലേക്കുള്ള. ഇതിപ്പോൾ കടേൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ഈ കടയിൽ എവിടെയാണ് എടുക്കേണ്ടത്. അതായത് ചിലപ്പോൾ ഫ്രണ്ട് ഡെസ്കിലായിരിക്കും ചെല്ലേണ്ടത്, ചിലപ്പം ബാക്കിലെ ഡോറിൻ്റെ അവിടെ ആയിരിക്കും ചെല്ലേണ്ടത് എന്നെല്ലാം കടക്കാരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ കടേൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയാണോ അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അടുത്ത ആപ്പിൽ ഇങ്ങനെ ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ടാത്ത ഒരെണ്ണം എടുത്തിട്ടുള്ളത് കൊണ്ട് അടുത്തതിലേക്ക് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ കടയിൽ പോയി നമ്മൾ ഈ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സാധനം എടുത്ത് നമുക്ക് തരുന്നു. അതെടുത്ത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട റൂട്ട് കാണിക്കും. പോകേണ്ട റൂട്ടിലേക്ക് നമ്മൾ അതേപോലെ തന്നെ ഈ മാപ്പിലേക്ക്, അതായത് നമുക്ക് ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ വെയ്സ് ആപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമർക്ക് സാധനം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ചില സ്ഥലത്ത് കസ്റ്റമർ നമുക്കൊരു പിൻ നമ്പർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരാനുണ്ടാവും. അപ്പോൾ ആ നമ്പറും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്താലേ നമുക്കിത് ഓർഡർ കൺഫേം ആയിട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ, എന്നാലേ അടുത്ത ഓർഡർ വരത്തുള്ളൂ. അപ്പോൾ ചിലതിന് മാത്രമേ അങ്ങനെ ഉള്ളൂ, ചിലതിന് അങ്ങനെയില്ല. അതാണ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഇതിൻ്റെ ഈ കമ്പനീൻ്റെ ആപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മളെ എമൗണ്ട് കയറും. നമുക്ക് അത് അന്നേരം തന്നെ വേണമെങ്കിൽ ഡെയിലി നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ല എങ്കിൽ അവർ തന്നെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. നമുക്ക് ഡെയിലി ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു പൈസ അവർ പിടിക്കുന്നുണ്ട്, ഒരു 50 പെൻസ് പിടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ. പിന്നെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. ഏത് പണിക്കും ബുദ്ധിമുട്ടില്ലാത്ത പണികളില്ലല്ലോ. അപ്പോൾ പിന്നെ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മുടെ നാടും അതുപോലെ എല്ലാ ആൾക്കാരെയൊക്കെ കണ്ട്, പലവിധമുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അവരോടെല്ലാം കുറേശ്ശെ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ ലാംഗ്വേജും കുറേശ്ശെ ഇമ്പ്രൂവ്മെൻ്റ് ആവും. അപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ട് പല രാജ്യക്കാരുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മേന്മ. അപ്പോൾ ഞാൻ പിന്നെ ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് ഞാൻ മാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണം. വണ്ടി എടുത്ത് പോകുന്ന റൂട്ടിലേക്കുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അതുപോലത്തെ ക്യാമറ വയ്ക്കാനുള്ള സ്റ്റാൻഡൊന്നും വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് പോകുന്ന റൂട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ അടുത്ത കസ്റ്റമർക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തി. അവിടെ വണ്ടി വെച്ചിട്ടാണുള്ളത്. അവിടെ വണ്ടി വെച്ച് കസ്റ്റമർ നമ്മളെ വണ്ടി വെച്ച് അവിടെ വരുമ്പോൾ തന്നെ ഏകദേശം കസ്റ്റമേഴ്സ് അവിടെ മിക്ക ആൾക്കാരും ഇറങ്ങി വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് അവരെ ഫോൺ വിളിക്കാനും അല്ലെങ്കിൽ ജസ്റ്റ് അറൈവിംഗ് എന്നുള്ളതിൻ്റെ മെസ്സേജ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം കസ്റ്റമർക്ക് അത് കൊടുത്ത് അവരുടെ നിന്ന് ഒരു പിൻ നമ്പർ വാങ്ങി അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയി, അതായത് ഓർഡർ കംപ്ലീറ്റ് ആയി. അതിനുശേഷം അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തു, അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ലണ്ടനിലാണ് സ്ഥലം. ലണ്ടനിലെ സൗത്ത് വെസ്റ്റ് ലണ്ടൻ ഏരിയ ആണ്. അത്യാവശ്യം തിരക്കുള്ളൊരു ചുറ്റുപാട് നഗരവും കാര്യങ്ങളൊക്കെയാണ്. വാടക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത വാടകയുണ്ട്, കൂടുതലാണ്. പൊതുവേ ലണ്ടനിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാടക വേണമെന്ന് വേണേൽ പറയാം എന്നുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസും ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോയും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.